നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. മെയ് 6-ാം തീയതി നടക്കാൻ പോകുന്ന ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്ക് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മെയ് 13-ാം തീയതി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്കൻഡ് ഫേസ് എക്സാമിന് വേണ്ടിയും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൊക്കാബുലറി റിവിഷൻ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക. കാരണം ഇതിലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അനദർ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് നൊമാഡിക്? നൊമാഡിക് എന്ന് പറയുന്ന വാക്ക് അതേ അർത്ഥം നൽകുന്ന മറ്റൊരു വാക്ക് ഏത് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ സിനണിംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നൊമാഡിക്കിന്റെ സിനണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വൈൽഡ് കൊടുത്തിട്ടുണ്ട്, ബാർബറസ് കൊടുത്തിട്ടുണ്ട്, ബ്രേവ് കൊടുത്തിട്ടുണ്ട്, റോവിംഗ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ശരിയായ ആൻസർ? ഏതായിരിക്കും? റോവിംഗ് ആണ്. ഇതാണ് റോവിംഗ്. അപ്പൊ നൊമാഡിക്കിന്റെ സിനണിമായിട്ട് നമുക്ക് റോവിംഗ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഹാസ് ദ സെയിം മീനിങ് ആസ് ക്ലീവ്. ക്ലീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിഗ് ആണോ, ലിറ്റിൽ ആണോ, കട്ടാണോ, ഗ്രീൻ? എന്താണ് ക്ലീവ്? മുറിക്കുക എന്നർത്ഥമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഏതായിരിക്കും? കട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ക്ലീവിന്റെ സിനണിമായിട്ട് നമുക്ക് കട്ടെന്ന് പറയാം. അടുത്ത ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. നോക്കുക. ദ ഡിസിഷൻ വിൽ ഡാഷ് ദ എൻറ്റയർ നേഷൻ. ആ തീരുമാനം ഈ നേഷനെ മൊത്തത്തിൽ, രാജ്യത്തെ മൊത്തത്തിൽ എന്തെയും ബാധിക്കും അല്ലെങ്കിൽ സ്വാധീനിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പാക്ട്, ഇംപ്രസ്, ഇംപ്ലാന്റ്, ഇംപ്ലിമെന്റ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതായിരിക്കും ആൻസറായി വരിക? ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇമ്പാക്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. വാട്ട് ഇസ് അനദർ വേർഡ് ഫോർ പ്രിക്കാരിയസ്? പ്രിക്കാരിയസ് എന്ന് പറയുന്ന വാക്കിന് വേറൊരു വാക്ക് ഏത്? അല്ലെങ്കിൽ അതേ മീനിങ് നൽകുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെക്യൂർ, എക്സാൽറ്റഡ്, അൺസർട്ടൻ, ഇമ്പോർട്ടന്റ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവരെ സിനണിമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിക്കാരിയസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിം ഏതാണ്? സെക്യൂർ ആണോ, എക്സാൽറ്റഡ് ആണോ, അൺസർട്ടൻ ആണോ, ഇമ്പോർട്ടന്റ് ആണോ? ഏതായിരിക്കും? അൺസർട്ടൻ ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. വാട്ട് ഇസ് സിനണിം ഓഫ് ദ വേർഡ് പാരോക്യൽ? പാരോക്യൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട്, അൺഓർത്തഡോക്സ്, ബാഫ്ലിംഗ്, കൺസർവേറ്റീവ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഇതിന്റെ സിനണിമായിട്ട് വരിക? അബ്സ്ട്രാക്റ്റ് ആണോ, അതോ അൺഓർത്തഡോക്സ് ആണോ, ബാഫ്ലിംഗ് ആണോ, കൺസർവേറ്റീവ്? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ഹാസ് സെയിം മീനിങ് ആസ് ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ അതേ മീനിങ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇംപവറിഷ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂവർ എന്നർത്ഥമല്ല. പൂവർ, അതാണ് ഇംപവറിഷ്ഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ അർത്ഥം നൽകുന്ന വാക്ക് ഏത്? ഇവിടെ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻടോളന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അഫ്ലുവന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇനെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? ഇംപവറിഷ്ഡിന്റെ ശരിയായ മീനിങ് ഡെസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. നമുക്കൊരിക്കലും പൂവർ എന്നത് തരത്തില്ല, അല്ലെങ്കിൽ അൺവെൽത്തി, പൂവർ എന്നൊന്നും നമുക്ക് നേരിട്ട് തരത്തില്ല. ഇത്തരത്തിൽ ഉള്ള വാക്കുകളായിരിക്കും തരിക. ഇംപവറിഷ്ഡിന്റെ മീനിങ് ആയിട്ട് നമുക്ക് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് മീൻസ് ടു റെസീഡ് ബാക്ക്? റെസീഡ് ബാക്ക് എന്നുള്ളതിന്റെ അർത്ഥം നൽകുന്ന വാക്ക് ഏത്? ഇവിടെ നോക്കുക. കം എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോർവേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, റിട്രീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, മൂവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. എന്താ റെസീഡ് ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്തിരിയുക എന്നർത്ഥമില്ല. പിൻവലിയുക, ഉൾവലിയുക, പിന്തിരിയുക എന്നൊക്കെയാണ് റിസീഡ് ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥം നൽകുന്ന വാക്ക് ഏത്? ഏതാണ്? റിട്രീറ്റ് ആണ്. അതാണ് റിട്രീറ്റ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. റിട്രീറ്റ്. അടുത്ത ചോദ്യം. വിച്ച്
what word corresponds to the meaning of being implied without being stated? അതിന്റെ വൺ വേർഡ് ആണ് ചോദിച്ചത്. വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബീയിങ് ഇംപ്ലൈഡ് വിത്തൗട്ട് ബീങ് സ്റ്റേറ്റഡ്. ഹോസ്റ്റൈൽ ആണോ, ടാസിറ്റ് ആണോ, ഒവേർട്ട് ആണോ, ജനറിക് ആണോ? ഇതായിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ടാസിറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, വൺ വേർഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ബീയിങ് ഇംപ്ലൈഡ് വിത്തൗട്ട് ബീങ് സ്റ്റേറ്റഡ്. എന്താണ്? ടാസിറ്റ്. അടുത്ത ചോദ്യം, സെലക്ട് ദ റൈറ്റ് ആന്റണിം ഓഫ് ദ വേർഡ് അമേക്കബിൾ. അപ്പം ഇവിടെ ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അമിക്കബിൾ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. നമുക്കറിയാം അമിക്കബിൾ എന്താണ്? ഫ്രണ്ട്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ഫ്രണ്ട്ലി മീനിങ് കൊടുത്തിട്ടുണ്ട്, അത് വരില്ല. അഫേബിൾ എന്ന് വെച്ചാൽ ഏകദേശം ഇതേ അർത്ഥമാണ്. പ്രസന്റും വരില്ല. ഇതായിരിക്കും ഗ്രംബി. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം അമേക്കബിളിന്റെ ഓപ്പോസിറ്റ് നമുക്ക് അൺഫ്രണ്ട്ലി എന്ന് പറയാം. ഈ അൺഫ്രണ്ട്ലി എന്ന് കാണത്തില്ല, പകരം ഇതേപോലെ ഗ്രംബി എന്നായിരിക്കും. അത് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് സിനോണിം ഓഫ് ബെറേറ്റഡ്. ബെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ബെറേറ്റഡ്. ഓക്കെ, എന്താണ് ബെറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം? ഒക്കെ പ്രൈസ്ഡ് ആണോ, സൂപ്പർവൈസ്ഡ് ആണോ, ഡിറ്റൈൻഡ് എന്നാണോ, അതോ റിപ്രോച്ച്ഡ് എന്നാണോ? റിപ്രോച്ച്ഡ് എന്നാണ്. എന്താണ്? റിപ്രോച്ച്ഡ്. ഓക്കെ, അപ്പോ എന്താണ്? ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് സിനോണിം ഓഫ് ബെറേറ്റഡ്. ഏതാണ്? റിപ്രോച്ച്ഡ്. റിപ്രോച്ച് എന്ന് വെച്ചാൽ ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ എതിർക്കുക, വിമർശിക്കുക. ഒരാളുടെ പെർഫോമൻസിൽ നമ്മൾ അതിന് വേണ്ടത്ര റിഗാർഡ് കൊടുക്കാതിരിക്കുക എന്നൊക്കെയാണ് റിപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിമാണ് എന്താ? ബെറേറ്റഡ്. അപ്പൊ ബെറേറ്റഡിന്റെ സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? റിപ്രോച്ച്ഡ്. അടുത്ത ചോദ്യം, വാട്ട് വേർഡ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കൗണ്ടർഫീറ്റ്. കൗണ്ടർഫീറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും? കൗണ്ടർഫീറ്റ് എന്ന് വെച്ചാൽ അർത്ഥം വ്യാജം, കെട്ടിച്ചമച്ചത് എന്നൊക്കെ അർത്ഥമില്ല. ചതിക്കുന്നത്, വഞ്ചിക്കുന്നത് എന്നൊക്കെയാണ്. ഇവിടെ നോക്കാം, ഫ്രോഡുലന്റ്, ചീറ്റ്, ഡെസീറ്റ് ഒക്കെ അതേ അർത്ഥം നൽകുന്നതാണ്. ചോദിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും? ജെന്യൂൻ ആണ്. എന്താണ്? ജെന്യൂൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് quench. quench എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. quench എന്ന് വെച്ചാൽ അർത്ഥം ശമിപ്പിക്കുക, അണയ്ക്കുക എന്നൊക്കെയാണ് quench കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാന്തമാക്കുക, ശമിപ്പിക്കുക, അണയ്ക്കുക എന്നൊക്കെയാണ് quench കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് വരുമ്പോൾ അതിന്റെ ആന്റണിം എന്ന് നമുക്ക് പറയാം. എന്തായിരിക്കും? പാർച്ച് ആണ്. എന്താണ്? പാർച്ച്. ചൂസ് ദ വേർഡ് വിച്ച് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് quench. quenchന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പാർച്ച് ഉപയോഗിക്കാം. അടുത്ത് നോക്കുക, ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ, സോ ഷീ വാസ് ഡാഷ് ടു ഗോ ടു ദ ഈവനിങ് പാർട്ടി. വാട്ട് വേർഡ് ഷുഡ് ബി യൂസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ റിലയന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, റിലക്റ്റന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, റിലിങ്ക്വിഷ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് പറയുന്നത്? ഷീ വാസ് ഫീലിംഗ് വെൽ, അവൾക്ക് സുഖമില്ലായിരുന്നു. സോ ഷീ വാസ്, അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? മടിച്ചു. ഇതിനു വേണ്ടി ഗോ ടു ദ ഈവനിങ് പാർട്ടി. ഈവനിങ് പാർട്ടിയിൽ പോകാൻ മടി കാണിച്ചു. അപ്പൊ മടി കാണിച്ചു അല്ലെങ്കിൽ മടിയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ എതിർത്തിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ എന്താണ് വരേണ്ടത്? ക്ലയന്റ് ആണോ? ക്ലയന്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ആശ്രയിക്കാൻ നടത്തുക. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം. ഇവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ഫോം ആണ് വരേണ്ടത്. ഹി വാസ് ഡാഷ്. അപ്പൊ ഏതായിരിക്കും? റിലക്റ്റന്റ് ആണ്. ഇതാണ് റിലക്റ്റന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റിലക്റ്റന്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. എങ്ങനെ വരും? ഷി വാസൻ ഫീലിംഗ് വെൽ, സോ ഷി വാസ് റിലക്റ്റന്റ് ടു ഗോ ടു ദ ഈവനിങ് പാർട്ടി. അടുത്ത ചോദ്യം, ഹി ഫയർഡ് ഹിസ് അസിസ്റ്റന്റ് ഫോർ ആക്സസിങ് ഹിസ് ഫയൽസ് വിത്തൗട്ട് ഹിസ് ഡാഷ്. വാട്ട് വേർഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ബ്ലാങ്ക്. അതായത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ അദ്ദേഹം എന്ത് ചെയ്തു? ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്തിനു വേണ്ടി? കാരണം എന്താ? അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇതിന്റെ ഫയലുകൾ ആക്സസ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? സമ്മതം എന്നൊരർത്ഥമാണ് വരേണ്ടത്. അങ്ങനെ സമ്മതം എന്നർത്ഥം നൽകുന്ന വാക്ക് ഏത്? അതിനകത്തേതായിരിക്കും? നമുക്കറിയാം. ഏതാണ്? കൺസെന്റ്.
സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. പിക്ക് ദ ഓപ്ഷൻ വിച്ച് ഇസ് ആന്റണി ഫോർ വിഷ്യസ്. വിഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി എന്താണ്? വിഷ്യസ് തിന്മയുള്ള എന്നർത്ഥമില്ല. വിഷ്യസ് നമുക്കറിയാം, വിർച്യുവും വൈസ് പഠിച്ചിട്ടുണ്ട്. ആ വൈസിന്റെ അഡ്ജക്റ്റീവ് ഫോമാണ് വിഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആന്റണിയുമാണ് ചോദിച്ചത്. അപ്പൊ നന്മയുള്ളത് എന്ന് വരണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പാസീവ്, സാവേജ്, മേഴ്സിലെസ്, കോർഡിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ അതിന്റെ ആന്റണിയുമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. കോർഡിയലാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് വേർഡ് ഹാസ് ദ സെയിം മീനിങ് ആസ് ഹോസ്റ്റിലിറ്റി. ഹോസ്റ്റിലിറ്റി എന്ന് അർത്ഥം നൽകുന്ന വാക്ക് ഏത്? നമുക്കറിയാം ഹോസ്റ്റിലിറ്റി എന്താണ്? അൺഫ്രണ്ട്ലി എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ സിനോഷർ എന്ന് കൊടുത്തിട്ടുണ്ട്, ആന്റഗണിസ് എന്ന് കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ബെഹമോത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ആന്റഗോണിസം ആണ്. ആന്റഗോണിസം ഇതാണ് കറക്റ്റ് ആൻസർ. വാട്ട് വേർഡ് ഈസ് യൂസ്ഡ് ഫോർ സമ്മൺ പ്രാക്ടീസിങ് ലിവിങ് ലൈക്ക് എ ഹെർമിറ്റ്. ഇത് വൺ വേർഡാണ്. വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതാണ് പ്രാക്ടീസിങ് ലിവിങ് ലൈക്ക് എ ഹെർമിറ്റ്. ഇവിടെ അസറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്, റെക്കോണ്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്, അയസ്തറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്, എക്ലക്റ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? അസറ്റിക് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് വൺ വേർഡ് ആണ്. അതിന്റെ ചോദ്യം സമ്മൺ പ്രാക്ടീസിങ് ലിവിങ് ലൈക്ക് എ ഹെർമിറ്റ്. എന്തായിരിക്കും? അസറ്റിക് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ റൈറ്റ് വേർഡ് വിച്ച് മീൻസ് സംതിങ് ഹ്യൂജ്. ഭയങ്കര വലിപ്പമുള്ള എന്തിനെങ്കിലും നമുക്ക് എന്തെന്ന് വിളിക്കും? ഇത് വൺ വേർഡ് ആണ്. സംതിങ് ഹ്യൂജ്. പൊല്യൂഷൻ ആണോ, ബഹമത്താണോ, ട്രിവിയൽ ആണോ, കേറ്റി ആണോ? ആയിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബഹമത്താണ് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ആന്റണിം ഓഫ് അമാസ്? അമാസ് എന്ന് പറയുന്ന വാക്കിന്റെ റെലിഗേറ്റ് ആണോ, ഡിഗ്രസ് ആണോ, അസംബിൾ ആണോ, ഡിസിപ്പേറ്റ് ആണോ? ഇതായിരിക്കും അമാസ്. അതായിരിക്കും എൻ്റെ ഓപ്പോസിറ്റ് ഡിസിപ്പേറ്റ് എന്നാണ്. ഡിസിപ്പേറ്റ്. അമാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൂടിച്ചേരുക, കൂട്ടിച്ചേർക്കുക എന്നർത്ഥമില്ല. അപ്പം സെപ്പറേറ്റഡ് ആവുക എന്നർത്ഥമില്ല വേണ്ടത്. അതായിരിക്കും ഡിസിപ്പേറ്റ് എന്നാണ്. ഡിസിപ്പേറ്റ്. ഇപ്പൊ 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതിനകത്ത് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഈ വരുന്ന പരീക്ഷകൾക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.